Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരുവിധ ആൾക്കാരെല്ലാവരും ഇതുപോലെ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള ബോൾസ് എല്ലാവരും സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. ഇത് കേക്കിലൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. പ്രത്യേകിച്ച് കിഡ്സ് തീമിലുള്ള കേക്കിലെല്ലാം നമ്മളെല്ലാവരും യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ പല ഷെയ്ഡുകൾ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്, പല കളേഴ്സിലുള്ള. അപ്പോൾ എല്ലാവരുടെ അടുത്തും കോമൺ ആയിട്ടുണ്ടായിരിക്കും ബ്ലാക്ക്, അതുപോലെ റെഡ്, ഗോൾഡൻ കളറ്, സിൽവർ കളറൊക്കെ. അത് നമ്മളിപ്പോൾ ഫോണ്ടൻറ്റിൽ എടുത്തു കഴിഞ്ഞാലും ആ കറക്റ്റ് കളർ നമുക്ക് ഒരിക്കലും കിട്ടണമെന്നില്ല. അപ്പോൾ അത് എല്ലാവരും സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് കേക്കിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണേനും. ഈ ബോൾസ് നല്ല ഫിനിഷിംഗ് ഉള്ള ബോൾസാണ്, അധികം റേറ്റും വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഡെക്കറേഷൻ ഈസി ആക്കാനും വേണ്ടിയിട്ട് കഴിയും ഈ ബോൾസ് എല്ലാവരും എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്നിട്ട് എന്തെങ്കിലും സിമ്പിൾ ഡെക്കറേഷൻസൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ബോൾസ് ഞാനും ഒരുപാട് സ്റ്റോർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് ഈ ഒരു നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന ആ ഒരു സമയത്ത് തന്നെ ഞാനിത് ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പല കളേഴ്സിലുള്ളത് കേട്ടോ. അപ്പോൾ അന്ന് ഇവിടെ ഷോപ്പിലൊന്നും അങ്ങനെ ഇത് വാങ്ങിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സ്റ്റോർ ചെയ്ത് വെച്ചു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വാങ്ങിച്ചിട്ടൊക്കെ സ്റ്റോർ ചെയ്യണവർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്നുള്ളത് കേട്ടോ. ഇതാ ഞാനിപ്പോൾ സ്റ്റോർ ചെയ്തതിൻ്റെ താഴെ ഭാഗത്തു നിന്നും, അതായത് പൊട്ടിച്ച പാക്കറ്റൊക്കെ ചിലപ്പോൾ നമ്മൾ ബാക്കിയുള്ളത് അങ്ങനെ എടുത്ത് വെക്കും. അപ്പോൾ അതിൽ വന്നിട്ടുള്ള കുറച്ച് കേട് വന്നിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ബോൾസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഷേപ്പെല്ലാം ഷേപ്പ് എന്ന് വെച്ചാൽ കാണാനുള്ള ആ ഒരു ലുക്കെല്ലാം മാറിയിട്ടുണ്ട്. ആകെ എന്താ പറയുക, ഒരു കേട് വന്ന പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഒരു ഒട്ടി പിടിച്ചിട്ട് പശയൊക്കെ ഇങ്ങനെ കയ്യിൽ ഒട്ടി പിടിച്ചിട്ട് കളറെല്ലാം നമ്മളെ കയ്യിൽ വരും. ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗം ഇങ്ങനെ ഒരു പശ പോലെ ഉണ്ടായിരിക്കും. പിന്നെ ചിലതൊക്കെ ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞ പോലെ ആയിട്ടുണ്ട്. പിന്നെ ഒരു നീര് പോലെ ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഒലിച്ച് വരുന്നുണ്ട് കേട്ടോ. ചിലതിൽ ഇതിനകത്തൊരു സ്മെല്ലെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു പശ ഉണ്ട് കേട്ടോ, കണ്ടോ. ഇതിങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉള്ളിലേക്ക് കുഴിഞ്ഞു പോവുകയാണ്, കണ്ടോ. ഇതുപോലെ ഇങ്ങനെ കയ്യിലേക്ക് ഇങ്ങനെ വരും. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പശയാണ്. പശ കേട് വന്നിട്ടാണെന്നാണ് തോന്നുന്നത്, എക്സ്പയർ ആയിട്ടാണോ എന്ന് അറിയില്ല. പശ ഇങ്ങനെ കയ്യിൽ പോരുകയാണ് കേട്ടോ. അപ്പോൾ ഇത് സ്മെല്ല് വരുന്നത് ആ പശൻ്റെ സ്മെല്ലാണ്. അതിങ്ങനെ ഒരു സ്മെല്ലായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഇതിനകത്തേക്ക് തെർമോക്കോളാണ് വന്നിട്ടുള്ളത്. ഇത് ബോൾ വന്നിട്ടുള്ളത് തെർമോക്കോളാണ്. അപ്പോൾ ഞാനിതൊന്ന് വാഷ് ചെയ്യണുണ്ട്, നന്നായിട്ട് വാഷ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും കമ്പിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്നും ഒരതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലുള്ള പെയിൻ്റ് എല്ലാം പോവും. ചിലത് കമ്പിയൊന്നും വെച്ച് ഒരതെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് വെള്ളം തട്ടിക്കഴിഞ്ഞാൽ തന്നെ ആ കളറെല്ലാം പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ചിവിടെ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴുകി എടുത്തിട്ട് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ എൻ്റെ അടുത്തുള്ള കേട് വന്നതെല്ലാം ഞാനിതുപോലെ കഴുകിയിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. എന്നിട്ട് ഇത് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഇത് നല്ലോണം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡ്രൈ ആക്കി കഴിഞ്ഞാൽ, വെയിലത്തൊക്കെ വെച്ചിട്ട് ഡ്രൈ ആക്കിയാൽ മതി. ഡ്രൈ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിനൊരു കേടും വരില്ല കേട്ടോ. തെർമോക്കോൾ മാത്രമാണ്, ഇപ്പോൾ പശ ഇല്ല, ഒന്നുമില്ല ഇതിൽ, വെറും തെർമോക്കോൾ ബോൾസ് മാത്രമാണ്. നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ഇപ്പോൾ തെർമോക്കോളിൻ്റെ പല സൈസിലുള്ള. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഒരു കോട്ടിങ് വന്നിട്ടുണ്ട്, തെർമോക്കോളിൻ്റെ പുറത്തൊരു കോട്ടിങ് വന്നിട്ടുണ്ട് ഡ്രൈ ആക്കിയതിൻ്റെ ചിലതിൽ കേട്ടോ. അപ്പോൾ ഈ ഡ്രൈ കോട്ടിങ് ഉള്ളത് ഞാൻ കളഞ്ഞിട്ടില്ല. ഈ കോട്ടിങ്ങിൻ്റെ പുറത്താണ് നമുക്ക് പശ വന്നിട്ട് കളറ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചിലതിന് ഒഴിവാക്കിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണ്ടൻറ്റ് വെച്ച് കവർ ചെയ്യുമ്പോഴൊക്കെ ആ ഒരു ഫിനിഷിങ് കിട്ടണമെങ്കിൽ ഈ ഒരു കോട്ടിങ് വേണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വേസ്റ്റ് ആക്കിയിട്ട് ആരും കളയരുത്. നമുക്ക് ഇതിനെ തന്നെ ഫുൾ കവർ ചെയ്തെടുക്കാം. ചോക്ലേറ്റ് വെച്ചിട്ടും അതുപോലെ ഫോണ്ടൻറ്റ് വെച്ചിട്ടും കവർ ചെയ്തിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ പിന്നെ ഒരു കേടും ഉണ്ടാവില്ല. നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് അപ്പോൾ കളർ മിക്സ് ചെയ്തിട്ടുള്ള ഫോണ്ടൻറ്റ് ആണെങ്കിൽ ഫോണ്ടൻറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ആണെങ്കിൽ ചോക്ലേറ്റ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ബോളിനെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് ഇവിടെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ ഈ സ്റ്റിക്കിൽ തന്നെ പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിനിവിടെ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി പല കളറിൽ വേണമെങ്കിൽ പല കളറിലാക്കിയിട്ട് ചെയ്യാം. തീമിലാണെന്നുണ്ടെങ്കിൽ ആ തീമിലാക്കിയിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ, ബോൾസ് ആക്കിയിട്ട് തന്നെ. അപ്പോൾ അതുപോലെ കേട് വന്നിട്ടുള്ള ബോൾസിനെ നമ്മൾ ഒരിക്കലും വേസ്റ്റിലേക്ക് കളയരുത്. അത് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഇത് ഞാനിവിടെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്, കണ്ടോ, നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ആ കോട്ടിങ് കളഞ്ഞതാണെന്നുണ്ടെങ്കിൽ തെർമോക്കോളിൻ്റെ ജസ്റ്റ് ഒരു അടയാളുണ്ടാവില്ല, ഒരു ലൈൻ ആയിട്ടുണ്ടാവില്ലേ, ആ ലൈൻ അതുപോലെ ഉണ്ടായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ കോട്ടിങ്ങോട് കൂടിയിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫിനിഷിങ് കിട്ടും കേട്ടോ.
അപ്പോൾ കോട്ടിങ് കളഞ്ഞെന്ന് വിചാരിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് ആവശ്യമനുസരിച്ചിട്ടുള്ള കളേഴ്സ് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ഫോണ്ടൻറ്റ് വെച്ചിട്ടും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും കേട്ടോ. അപ്പോൾ ഫോണ്ടൻറ്റ് വെച്ചിട്ട് എങ്ങനെ കവർ ചെയ്യാന്നുള്ളത് നോക്കാം. ഞാനിവിടെ കുറച്ച് ഫോണ്ടൻറ്റ് പരത്തി എടുത്തിട്ടുണ്ട്, ചെറിയ പീസ് മതി കേട്ടോ. ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ബോളും എടുത്തിട്ടുണ്ട്. ബോളുമെന്ന് ഞാൻ ആ സ്റ്റിക്കിനെ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റിക്ക് ഉണ്ടാകുമ്പോൾ നമുക്കിത് റോൾ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് തെർമോക്കോളിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എഡിബിൾ ഗ്ലൂ ആണ് കേട്ടോ. ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്കിത് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കേക്കിന് ആവശ്യമുള്ള കളർ ഏതാണോ ആ കളറിലുള്ള ഫോണ്ടൻറ്റ് എടുക്കുക. എന്നിട്ട് അതിന് പരത്തിയതിൻ്റെ ശേഷം ഇതിലേക്ക് ഗ്ലൂ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക. കവർ ചെയ്തിട്ട് നമുക്ക് ഫുൾ കവർ ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്ന് കവർ ചെയ്തതിൻ്റെ ശേഷം നന്നായിട്ട് കൈനകത്ത് വെച്ചിട്ട് ഉരുട്ടിയെടുക്കുക. ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്ന ടൈമിൽ കുറച്ച് കോൺഫ്ലോർ കയ്യിലാക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടിരിക്കും കേട്ടോ. കുറച്ച് കോൺഫ്ലോർ ആക്കിയിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പിൽ വരും, ഷേപ്പിൽ തന്നെ കവറായിട്ട് വരും. അപ്പോൾ അതാ കറക്റ്റ് ആ ഒരു ഷേപ്പിന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ഒന്നും കൂടി തിക്കാക്കി കൊടുക്കണമെങ്കിൽ തിക്കിൽ ഫോണ്ടൻറ്റ് കവർ ചെയ്താൽ മതി, അല്ലെങ്കിൽ തിന്നായാലും നമുക്കത് പ്രസ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗത്തേക്കും ഒരേ തിക്നെസ്സിൽ തന്നെ വന്നോളും. അപ്പോൾ അതാ ഈ ഒരു ഫോണ്ടൻറ്റ് ഇവിടെ ഇതുപോലെ നമുക്ക് ബോളിനെ കവർ ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് കവർ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് സ്റ്റിക്കിനെ കൊടുക്കാം. സ്റ്റിക്കിനെ പിന്നെ ഡ്രൈ ആക്കിയിട്ടൊക്കെ ലാസ്റ്റ് കൊടുത്താലും മതി, കേക്കിൽ വെച്ച് കൊടുക്കുന്ന ടൈമിൽ കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മളിപ്പോൾ ഈ ബോൾ കേട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്താൽ മതി. പിന്നെ തെർമോക്കോളിൻ്റെ മുകളിലുള്ള ആ കോട്ടിങ്ങിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ നഖം വെച്ച് കീറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങോട്ട് കീറി വരും കേട്ടോ. അപ്പോൾ അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ ഇത് കേടുവരാതിരിക്കും. ഈ കളർ മിക്സ് ചെയ്തതാണെങ്കിൽ പെട്ടെന്ന് കേട് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെതാണോന്ന് അറിയില്ല. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ ചോദിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്